അടുത്ത് തന്നെ പുരോഗമിക്കുകയാണ്. ഇതോടുകൂടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തേക്ക് അടക്കം പോകുന്ന ആളുകൾ, ആ ഭാഗത്തേക്കുള്ള ആളുകൾ അടക്കമാണ് പ്രയാസത്തിലായത്. ഇപ്പോൾ ഇതാ ഇവിടെ നമുക്ക് തന്നെ ദൃശ്യങ്ങളിൽ കാണാം, ഒരു കാറ് വന്ന് ഇതാ ഒലിച്ചുപോയ, അതായത് റോഡ് ഒലിച്ചുപോയ ഭാഗത്തെ ഒരു കുഴിയിൽ കുടുങ്ങിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് കോൺക്രീറ്റ് ഇട്ടതായിരുന്നു. ആ കോൺക്രീറ്റ് ആണ് അല്പം മുമ്പുള്ള മലവെള്ളപ്പാച്ചിലിൽ ഒട്ടാകെ കുത്തിയൊലിച്ചു പോയത്. മുത്തപ്പൻപുഴ ഭാഗത്ത് വലിയ തോതിലാണ് രാവിലെ തൊട്ട് മഴ പെയ്യുന്നത്. മലയിൽ വലിയ മഴ പെയ്തതോടുകൂടിയാണ് വെള്ളം കുത്തിയൊലിച്ച് വരാൻ തുടങ്ങിയത്. അതായത് മുത്തപ്പൻപുഴയിൽ നിന്ന്, അതായത് മുത്തപ്പൻപുഴ ഭാഗത്തേക്ക് പോകുന്ന പാലം, ആ പാലത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക പാലത്തിന് മുകളിലാണ് പൂർണ്ണമായും വെള്ളം കയറുകയും ഒട്ടാകെ കുത്തിയൊലിച്ചു പോകുന്ന സ്ഥിതിയും ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി മറിപ്പുഴ, അതേപോലെ തന്നെ മുത്തപ്പൻപുഴ ഭാഗത്തേക്കുള്ള ആളുകളാണ് ഒറ്റപ്പെട്ടു പോയത്. ഇപ്പോൾ വെള്ളത്തിന് അല്പം ശമനമുണ്ട്. നേരത്തെ റോഡ് പൂർണ്ണമായും മുങ്ങുന്ന തരത്തിലായിരുന്നു വെള്ളം ഒലിച്ചു പോയിരുന്നത്. ഇതിനു മുമ്പേയും ഇവിടെ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ വീണ്ടും കോൺക്രീറ്റ് നടത്തിയാണ് താൽക്കാലികമായി വീണ്ടും സംവിധാനം ഒരുക്കിയത്. പാലത്തിന്റെ പണി തൊട്ടടുത്ത് തന്നെ പുരോഗമിക്കുകയാണ്. ഇതോടുകൂടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തേക്ക് അടക്കം പോകുന്ന ആളുകൾ, ആ ഭാഗത്തേക്കുള്ള ആളുകൾ അടക്കമാണ് പ്രയാസത്തിലായത്. ഇപ്പോൾ ഇതാ ഇവിടെ നമുക്ക് തന്നെ ദൃശ്യങ്ങളിൽ കാണാം, ഒരു കാറ് വന്ന് ഇതാ ഒലിച്ചുപോയ, അതായത് റോഡ് ഒലിച്ചുപോയ ഭാഗത്തെ ഒരു കുഴിയിൽ കുടുങ്ങിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് കോൺക്രീറ്റ് ഇട്ടതായിരുന്നു. ആ കോൺക്രീറ്റ് ആണ് അല്പം മുമ്പുള്ള മലവെള്ളപ്പാച്ചിലിൽ ഒട്ടാകെ കുത്തിയൊലിച്ചു പോയത്. ചേട്ടാ, എപ്പോഴാണ് ഒട്ടാകെ വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായത്? വെള്ളം ഇവിടെ ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലെയല്ല, വലിയൊരു വെള്ളം വന്നിരുന്നു. അന്ന് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യില്ലായിരുന്നു. ഇതിപ്പോൾ താൽക്കാലിക ചപ്പാത്തായിട്ട് നിർമ്മിച്ചതാണ്. പാലത്തിൻ്റെ പണികൾ നടന്നു വരുന്നതേ ഉള്ളൂ. അതോടെ ആകപ്പാടെയുള്ള ഒരു വഴിയാണിത്. മുത്തപ്പൻപുഴ, ആനക്കാമ്പൂരിൽ, മറപ്പുഴ, കുണ്ടന്തോട്, നമ്മുടെ തുരങ്കപാതയൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ പാതയാണിത്. ഇതിപ്പം ജനങ്ങൾ ഇവിടെ വളരെ പ്രയാസത്തിലാണ് കഴിയുന്നത്. കാരണം ഒരു വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ തന്നെ കണ്ടല്ലോ സ്ഥിതി. ഈ സ്ഥിതിയാണ് തുടർന്ന് ഇങ്ങനെ വരുന്നത്. ഇനിയിപ്പോൾ കാലവർഷം ശക്തമായിട്ട് വെള്ളരിമലയിലേക്കൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ, ഇപ്പം വെള്ളരിമലയിൽ മഴയുണ്ട്, ആ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഉരുൾ പൊട്ടുവോ അങ്ങനെ മണ്ണിടിച്ചിലോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഫുള്ളായിട്ട് തന്നെ എടുത്തു പോകും. അപ്പം ജനങ്ങൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഒന്നും നിലവിലില്ല. പാലത്തിൻ്റെ പണി ഇപ്പം പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച കോൺക്രീറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു മാസത്തിനോളം ഇതാണ് സ്ഥിതി. ഈ ഒരു മാസം എന്ന് പറയുന്നത് അതീവ ദുർഘടമായ സമയത്തൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഈ ജൂലൈ മാസമാണല്ലോ. ജൂലൈ ഓഗസ്റ്റിലൊക്കെ അതിഭയങ്കരമായ വെള്ളം ഈ പള്ളിക്കൂടെ വരലുണ്ട്. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം ഇത് അല്ലാതെ വേറൊരു മാർഗം ഞങ്ങൾക്കില്ല. ഈ നിരവധി ആളുകൾ ഇതിലെ യാത്ര ചെയ്യുന്നുണ്ട്. തുരങ്കപാതയിലേക്കാണ് നിരന്തരം വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആ ഒരു കഷ്ടപ്പാടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ആ പാലത്തിന് മുകളിൽ കൂടെ താൽക്കാലികമായിട്ട് ഷീറ്റ് വിരിച്ച് അതിൻ്റെ മുകളിലാണ് യാത്രക്കാരെ അപ്പുറത്തേക്ക് കടന്നു വിടുന്നത്. KSRTC ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ മറുകരയിൽ നിന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ സംഭവം. ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്. മലയുടെ ബോളിലും ഭയങ്കര മഴയാണോ പെയ്യുന്നത്? ഇപ്പോഴത്തെ മഴയൊന്നും പറയാൻ പറ്റില്ല. കാലാവസ്ഥ ഏത് സമയവും മാറാൻ സാധ്യതയുണ്ട്. അതെ, മലയ്ക്ക് മഴ പെയ്താൽ വെള്ളം വരും. നമ്മളിവിടെ ചിലപ്പോൾ കാലാവസ്ഥ ക്ലിയർ ആയിരിക്കും, പക്ഷെ മലയ്ക്ക് മഴ ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്ക് യാദൃശ്യമായിട്ട് നടന്നു പോകണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ അറിയ പോലും ഇല്ല. രാത്രിയിലേക്കാണെങ്കിൽ അറിയാൻ കഴിയും സാധ്യത കുറവാണ്. സാധാരണ എല്ലാ കൊല്ലം വെച്ച് നോക്കുമ്പോൾ വെള്ളം ഇപ്രാവശ്യം കുറവാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവരോട് പറയലുണ്ട്, തുടക്കത്തിലെ ഇവർ പറയലുണ്ട് ഇതിപ്പോൾ പൊളിക്കേണ്ട കേസില്ല. ഈ 17 കിലോമീറ്റർ പണി ഇനി തീരാനുണ്ട്. അപ്പം ഈ പെട്ടെന്ന് ഈ ഒരു പാലം മാത്രമല്ല, ഈ പാലം തീർന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ തീരുന്നതിന് മുമ്പ് തന്നെ എന്തോ പണികൾ ആക്കി കിടപ്പുണ്ട്. അതിനെ ഒരു മഴക്കാലത്ത് അനുബന്ധിച്ച് തന്നെ ഈ പാലം പൊളിച്ച് തന്നെ മോശമായി പോയി എന്നാണ് നാട്ടുകാർ പ്രതിഷേധം. മുമ്പേ പൊളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഈ ഡിസംബറിൽ അവർ ആരംഭിച്ചത്, ഡിസംബർ ഒടുവിൽ. അപ്പോൾ ഇതിൻ്റെ പണി 2, 3, 4 പേരെ വെച്ച് പണിത് താളം കളിച്ചു പോയി. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബീം മാർക്കാൻ വേണ്ടി തന്നെ അടിച്ചിട്ട് ഒരു 2 ആഴ്ചയെങ്കിലും അവിടെ ഇട്ടു, കമ്പിയൊക്കെ ഇട്ട്. അത് കഴിഞ്ഞ് ആദ്യത്തെ വെള്ളം കയറി മറിഞ്ഞ് പേപ്പറിലെല്ലാം വന്നപ്പോഴാണ് ഓടി വന്ന് ആദ്യത്തെ വാർക്കാൻ. അല്ലെങ്കിൽ ഇപ്പം ഇത് പണ്ടേ വാർത്ത ഇപ്പം കഴിഞ്ഞു പോയതിന്. ഇവിടെ എത്ര കാലമായി ഇപ്പോൾ പാലത്തിന്റെ പണി തുടങ്ങി? ഡിസംബറിൽ തുടങ്ങിയതാ.